മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. എത്ര വലിയ രോഗങ്ങളാണെങ്കിലും ഒരിക്കലും മാറില്ലെന്ന് പറഞ്ഞ് വിധിയെഴുതിയ രോഗങ്ങളാണെങ്കിലും വളരെ പെട്ടെന്ന് സുഖപ്പെടാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്നൊരു ഇസ്മുണ്ട്. 956 പ്രാവശ്യം യാ എന്ന് കൂട്ടിയിട്ട് സംബോധനാക്ഷരം കൂട്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാ രാത്രിയിലും ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഏതേത് രോഗങ്ങളും ഷിഫയാകാൻ അത് കാരണമാകുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ വരെ ഇതുകൊണ്ട് മാറിയതായിട്ട് അനുഭവം മഹാന്മാർ പറയുന്നുണ്ട്. മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഈ ഇസ്മിനെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ അത് പതിവാക്കുന്നയാൾ മറ്റുള്ളവർക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കുന്നതിലും ശിഫയുണ്ടാകും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ശ്രേഷ്ഠതയുള്ള അസ്മാഉൽ ഹുസ്നയിലെ അത്ഭുതകരമാകുന്ന ഈ ഇസ്മ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അവർക്ക് മക്കളില്ലാത്തവരാണോ മക്കളുണ്ടാകും. മരണശേഷം അവൻ്റെ ആത്മാവിനെ അത്യുന്നതങ്ങളിലേക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ആരും പേടിക്കുന്നതാണ്. നാളെ ആരാരുമില്ലാത്ത ഏകാന്തതയുടെ ഇരുളിൻ്റെ ഒറ്റപ്പെടലിൻ്റെ ഭീകരതയുടെ വീടായ ഖബറിൻ്റെ അകത്ത് കിടക്കുന്ന സമയത്ത് നമുക്ക് രക്ഷയുണ്ടാകണം. അതിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഈ ഇസ്മിനെ സ്ഥിരമായി പതിവാക്കുന്ന ഒരാൾ അവർക്ക് ഖബർ ശിക്ഷയെ തൊട്ട് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് ഇസ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു വലിയ സലാമത്ത് നൽകട്ടെ. അള്ളാഹു എല്ലാ പ്രതിസന്ധികളെ തൊട്ടും വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഇസ്മ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഇസ്മാണ്. നമുക്കൊക്കെ അറിയാം, അമൂല്യ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അൽ ബാരി എന്ന് പറയുന്ന ഇസ്മ. അൽ ബാരി എന്ന് പറയുന്ന ഇസ്മിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പടച്ചവൻ, സൃഷ്ടി പദ്ധതി നടപ്പിലാക്കിയവൻ, ന്യൂനതയില്ലാത്തവൻ, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാനതിൻ്റെ അർത്ഥത്തിൻ്റെ വാക്യാർത്ഥത്തിൻ്റെ ഒരുപാട് അർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. മടക്കിപ്പടക്കുന്നവൻ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. രോഗം ശമിപ്പിക്കുന്നവൻ. ഈ ഇസ്മ വളരെ സവിശേഷമായ ഇസ്മാണ്. സൂറത്തുൽ ഹശ്റിലെ 21-ാമത്തെ ആയത്തിൽ ഖാലിഖ് എന്നതിനെ തുടർന്ന് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്ന നാമമാണ് അൽ ബാരി എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ ഹശ്റിൻ്റെ അവസാന ആയത്തുകൾ ഓതുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനത് പറയുന്നില്ല. അതിൽ ഖാലിഖ് എന്ന് പറഞ്ഞ ഉടനെ കൊണ്ടുവരുന്ന ഇസ്മാണ് അൽ ബാരി എന്ന് പറയുന്ന ഇസ്മ. ഖൽഖ് എന്ന ധാതുവിൽ നിന്ന് സൃഷ്ടികർമ്മത്തിന്, ഖൽഖ് എന്ന ഒരു ധാതു ഉണ്ടല്ലോ, അതാണ് പൊതുവെ സൃഷ്ടികർമ്മത്തിന് പറയാവുന്ന ശബ്ദം. എങ്കിലും മുമ്പ് സൃഷ്ടമായ ഒരു അവസ്ഥയിൽ നിന്നുള്ള ഒരു വികാസത്തെ സൂചിപ്പിക്കുന്ന ക്രിയാധാതുവാണ് യഥാർത്ഥത്തിൽ ബർ എന്ന് പറയുന്നത്. മുമ്പില്ലാത്ത വസ്തുക്കളെ നിരുപാധികം അള്ളാഹു ഉണ്ടാക്കുന്നു. അതിനാലാണ് ബാരി എന്ന നാമം ലഭിച്ചത്. അപ്പം ഞാനതിൻ്റെ സങ്കീർണതയിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മൾ ഈ ഇസ്മിൻ്റെ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലരൊക്കെ മനസ്സിലാക്കിയത് ബാരി എന്ന് പറഞ്ഞാലോ ഖാലിഖ് എന്ന് പറഞ്ഞാലോ ഒരേ അർത്ഥമാണ്. അതിലൊക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് വരുന്നുണ്ട് അർത്ഥങ്ങളിൽ. അത് വിശദീകരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഈ നാമം അത് ആലങ്കാരികാർത്ഥത്തിൽ മാത്രമേ അടിമയ്ക്ക് ഉപയോഗിക്കാറുള്ളൂ, സൃഷ്ടികൾക്ക് ഉപയോഗിക്കാറുള്ളൂ. കാരണം പടയ്ക്കുന്നവൻ അത് അള്ളാഹുവാണ്. ഇനി ആ പടക്കുന്നതിൽ യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് അള്ളയാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഇത് ഇസ്മ ഉപയോഗിക്കാവും. പക്ഷെ ആലങ്കാരികാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നോക്കൂ, ഉണ്മ എന്ന് പറയുന്ന സിഫത്ത്. ഉണ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാകുക എന്നുള്ളത്. ഉണ്ടാവൽ എന്നുള്ള ഈ സംഭവം യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ടാണ് ആ ഉണ്ടാവൽ എന്ന് പറയുന്നത് ഏറ്റവും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. കാരണം അള്ളാഹുവിൻ്റെ ഉണ്മ എപ്പോഴാണെന്നറിയില്ല. അത് അറിയില്ല എന്നല്ല, അതിൻ്റെ ഉണ്മക്ക് ആദ്യമില്ല, അതിന് അന്ത്യമില്ല. നമ്മുടെ ഉണ്ടാവലിന് ആദ്യവും അന്ത്യവും ഉണ്ട്. അപ്പോൾ വുജൂദ് എന്ന് പറയുന്ന ആ ഒരു സിഫത്ത് അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്.
ആ വുജൂദ് നമുക്കും വുജൂദുണ്ട്, പക്ഷെ നമ്മുടെ വുജൂദ് ഇന്നാലിന്ന സമയത്ത് തുടങ്ങി ഇന്നാലിന്ന സമയത്ത് അവസാനിക്കുന്നു. ആ വുജൂദിലെ തഫാവുത്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പം എല്ലാം അള്ളാഹുവിലുണ്ട് എന്നുള്ളത് തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങൾ 2 തരത്തിലുള്ള ഇസ്മുകളാണ് അള്ളാഹുവിനുള്ളത്. ഒന്ന് എന്താ ആലങ്കാരികമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്, അപ്പോൾ അധിക അർത്ഥങ്ങളും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തെ അങ്ങനെ ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തതുണ്ട്, തീർത്തും ഒരിക്കലും ഉപയോഗിക്കപ്പെടാൻ പറ്റാത്തത്. അതിൻ്റെ വിഷയങ്ങളിലേക്ക്, വിശദീകരണങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് മറ്റു സമയത്ത് നമുക്ക് ആവശ്യമാകുന്ന രൂപത്തിൽ നമുക്കതിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഒരാൾ ഈ ഇസ്മിനെ സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ, ഈ ഇസ്മിനെ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അയാൾക്ക് അള്ളാഹു പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ കലവറ തുറന്നു കൊടുക്കുന്നുള്ളതാണ്. ഏതു ഭാരമുള്ള തൊഴിലും നിസ്സാരമായി തീരും. കൊല്ലനും കരുവാനും പെയിൻറ്ററുമൊക്കെ ഇത് പതിവാക്കിയാൽ കൂടുതൽ ഫലം ചെയ്യും. എന്നും രാത്രി ഈസ്മിനെ 956 പ്രാവശ്യം സംബോധനയുടെ രൂപത്തിൽ നിദാഇൻ്റെ അക്ഷരം യാഓടുകൂടെ ചൊല്ലുകയാണെങ്കിൽ അവനുണ്ടാകുന്ന ഏതേത് രോഗങ്ങളുണ്ടോ, മാറാവ്യാധികളുണ്ടോ, അതെല്ലാം വളരെ പെട്ടെന്ന് ഷിഫയാകാൻ അത് കാരണമാകുന്നതാണ്. അപ്പോൾ ഈ ഇസ്മ നിദാഇൻ്റെ അക്ഷരം കൂട്ടിയിട്ട് യാ ബാരി ഉ യാ അല്ലാ, യാ ബാരി ഉ യാ അല്ലാ എന്നാണ് ചൊല്ലേണ്ടത്. വേഗത്തിൽ രോഗം ഷിഫയാകാൻ കാരണമാകും. ഈ ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. രോഗം മാറണം എന്ന നീയത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനെ ചൊല്ലി നോക്കൂ, നല്ല ഫലമുണ്ടാകും. എല്ലാ ദിവസവും വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. നമ്മൾ 956 എന്നൊക്കെ പറയുമ്പോൾ അത് കൂടുതൽ സമയമെടുക്കും ചൊല്ലാനല്ല, ഒന്ന് ചൊല്ലി നോക്കൂ, വളരെ പെട്ടെന്ന് തീരുത്. നമ്മൾ പലപ്പോഴും അങ്ങനെ പലതും 1000 തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് ചൊല്ലിത്തീരുന്നത് പോലും അറിയാതെ വളരെ പെട്ടെന്ന് തീരുന്നത് നമുക്കൊക്കെ അനുഭവേദ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിദായിൻ്റെ അക്ഷരത്തിനോട് കൂടെ യാ ബാരി യാ അല്ലാ എന്ന് പതിവായി ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം. അപ്പോൾ ഇതൊരു ചികിത്സ ചെയ്യുന്ന ഡോക്ടറാണ് പതിവാക്കുന്നതെന്നുണ്ടെങ്കിൽ ചികിത്സക്കൊക്കെ നല്ല ഫലം ഉണ്ടാകാൻ കാരണമാകും. ആരാണോ ഓരോ ജോലിയും ചെയ്യുന്ന ആളുകൾ അവരവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇത് നന്നായിട്ട് പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കും. അപ്പോൾ മാറാരോഗങ്ങൾ പോലും സുഖപ്പെടുത്താൻ കഴിയുന്ന സുഖശിഫയാകാൻ കാരണമാകുന്ന ഇസ്മാണ്. പ്രപഞ്ചരഹസ്യങ്ങൾ വെളിപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ഇസ്മിനെ ധാരാളമായിട്ട് ഒരിവിടലിന് ഇങ്ങനെ പതിവാക്കിയാൽ അത് പ്രയോജനം ചെയ്യും. എല്ലാ വെള്ളിയാഴ്ച രാവിലും 10 തവണ ഇതിനെ പതിവാക്കലിനെ ശീലിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം അയാൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ദുരിതങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക വഴി ദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കാൻ അത് കാരണമാകും. നല്ല സുഖജീവിതം ലഭിക്കാനും സമ്പൂർണമായ റാഹത്ത് വരാനൊക്കെ അത് കാരണമാകും. മക്കൾ സ്വാലിഹ്യങ്ങളാകാത്ത വിഷയം പലർക്കും ഉണ്ട്. നിസ്കരിക്കുന്നില്ല, ദീനിൻ്റെ വിഷയങ്ങളോട് സഹകരിക്കുന്നില്ല, പള്ളികളിലേക്ക് പോകുന്നില്ല, തെറി പറയുന്നു, മാതാപിതാക്കൾ അനുസരിക്കുന്നില്ല, മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല, നമ്മളൊന്നും ആഗ്രഹിക്കുന്ന പോലെയാകുന്നില്ല പലപ്പോഴും മക്കൾ. അത്തരം മക്കൾക്കൊക്കെ ഇസ്മ വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് സ്വാലിഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മരണശേഷം അവൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഇതിനെ ദിനം പ്രതി 100 തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ ഇത് വലിയ ഫലം ലഭിക്കും. പല മഹാന്മാരും ഈ ഇസ്മ അങ്ങനെ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഈ ഇസ്മ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരും ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം. എത്ര തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം? ഈ ഒരു ഇസ്മ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് 100 തവണ ഇന്നു മുതൽ ഞാൻ ചൊല്ലുമെന്ന് തീരുമാനിക്കുക. നമുക്കവിടെ രക്ഷപ്പെടണ്ടേ? ഖബറിൻ്റെ അദാബ് വലിയ ഭീകരമാണ്, ശക്തമാണ്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം കൃത്യമായി സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് നമുക്കൊക്കെ അറിയാം, നമ്മളത് പഠിച്ചവരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു മൻളറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഹു മിൻഹു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാഴ്ചയും കണ്ടിട്ടില്ല, ഇല്ലാ വൽ ഖബ്റു അഫ്ളഹു മിൻഹു, ഖബർ അതിനേക്കാൾ ഭീകരമാണ്, അങ്ങനത്തെ ഒരു കാഴ്ചയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഖബറിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയാനേ, ഖബറിനോളം ഭീകരമായ ഒരു അവസ്ഥാവിശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആരാണത് പറയുന്നത്? ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സപ്താകാശങ്ങൾ താണ്ടി വാനലോകത്തേക്ക് യാത്ര പോയി
അള്ളാഹുവിനെ നേരിൽ കണ്ടോ, സിദ്റത്തുൽ മുൻതഹ ഉൾപ്പെടെയുള്ള അർശ് കുർസി ഉൾപ്പെടെയുള്ള പ്രാപഞ്ച് അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളുടെ കവാടങ്ങൾ തുറന്ന് അതൊക്കെ കാണാനും നോക്കിക്കാണാനൊക്കെ ഹബീബായ തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസരമുണ്ടായി. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം കണ്ടു? സ്വർഗം കാണിക്കപ്പെട്ടു, നരകം കാണിക്കപ്പെട്ടു. സ്വർഗത്തിൽ ഉള്ള സന്തോഷങ്ങളെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി. നരകത്തിൽ ശിക്ഷകൾ അനുഭവിക്കുന്നത് ഹബീബായ തങ്ങൾ കണ്ടു മനസ്സിലാക്കി. വിവിധങ്ങളായ ശിക്ഷകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെല്ലാം രൂപത്തിലുള്ള ശിക്ഷകളാണെന്നറിയണോ അനുഭവിച്ചുകൊണ്ടിരുന്നിരുന്നത് നരകാവകാശികൾ. അങ്ങനെ നരകവാസികളുടെ ശിക്ഷകളൊക്കെ കണ്ടപ്പോൾ അതിലാണു പെണ്ണുങ്ങൾ വെന്തരിയുന്ന രൂപം വരെ കണ്ടിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാഴ്ചകൾ കണ്ട ആ ഹബീബായ തങ്ങളാണ് പറയുന്നത്, ഖബറിനോളം ഭീകരമായൊരു രംഗവും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഖബർ എത്ര ഭീകരാണെന്ന്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഖബറിനേക്കാൾ ഭീകരമായ കാഴ്ച കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയാറുണ്ടായിരുന്നു. ധീരനാണ് ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ ഖബറിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാറുണ്ടായിരുന്നു. സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ഖബർ കാണുമ്പോൾ ഇങ്ങനെ കരയുന്നത് എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കൾ മറുപടി പറയുന്നത്, അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ അത് പരലോക വീടുകളിൽ വെച്ചുള്ള ആദ്യ വീടാണ്. അവിടെ വിജയിച്ചാൽ വിജയിച്ചു, അവിടെ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു. എല്ലായിടത്തും ആളുകളുണ്ട് അല്ലേ? എല്ലാ ഭാഗങ്ങളിലും ആളുകളുണ്ട്. സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, മഹ്ശറിൽ ഒറ്റയ്ക്കല്ല, എല്ലായിടത്തും ആളുകളുണ്ട്. ഖബറിൽ ഏകാന്തമാണ് പ്രിയമുള്ളവരെ, ഒറ്റപ്പെട്ട് കിടക്കേണ്ടതാണ് ഖബറിൻ്റെ അകത്ത്. അള്ളാഹു നമുക്കവിടെ രക്ഷ നൽകാൻ ഈ ഒരു ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് പതിവാക്കുക. നിങ്ങൾക്കറിയോ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ പറയണേ, ഖബറിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇന്നലിൽ ഖബരി ലഗ്ത, ഖബറിന് ഒരു ഇറുക്കം എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ആ ഇറുക്കം എന്ന് പറയുന്ന സ്വഭാവം ഖബറിന് പ്രകൃതിപരമായിട്ടുള്ളതാണ്. അത് പച്ച മനുഷ്യനാണോ പച്ച മണ്ണാണോ, മണ്ണിലേക്ക് മനുഷ്യനെ വെച്ചതാണോ, എന്നാൽ ആ ഖബർ രണ്ട് ഭാഗങ്ങളെ കൊണ്ട് വാരിയല്ലുകൾ കോർക്കുമാർ കൂട്ടിയിട്ട് ഇറുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെയും നിങ്ങളെയൊക്കെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഖബർ അതിൻ്റെ രണ്ട് ഭാഗങ്ങളെ കൊണ്ട് ഇറുക്കും. അതിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല ഹബീബായ തങ്ങൾ പറയാണ്. അപ്പോൾ സ്വഹാബാക്കൾ ഉത്കണ്ഠാകുലരായി ചോദിക്കുന്നുണ്ട്, ആർക്കും രക്ഷപ്പെടാൻ സാധിക്കൂല ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട്? ആർക്കും സാധിക്കൂല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തുനബി തങ്ങൾ പറയുന്നത്, വലൗകാന അഹദുൻ നാജിയം മിൻഹ, ആരെങ്കിലും അതിനെ തൊട്ട് രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടണമായിരുന്നു. ആരായിരുന്നു പ്രിയമുള്ളവരെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? 70,000 മലക്കുകളുടെ കാവലോടുകൂടെ അകമ്പടിയോടുകൂടെ ആരുടെയെങ്കിലും ജനാസ നമസ്കാരം ഈ ഭൂമി മണ്ണിൽ നടന്നിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വഫാത്ത് കാരണമായിട്ട് മരണം കാരണമായിട്ട് അള്ളാഹുവിൻ്റെ അർശ് എന്ന സിംഹാസനം കിടുകിടാ വിറച്ചിട്ടുണ്ടെങ്കിൽ അത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ മരണം കാരണമായിട്ടാണ്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അത്രയും മലക്കുകൾ ജനാസ നമസ്കാരത്തിന് പങ്കാളികളായിട്ടുണ്ട്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പുറത്ത് കിട്ടും, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടും. അങ്ങനെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇത്രമേൽ പവിത്രതയിലേക്കെത്തിയ, മഹത്വത്തിലേക്കെത്തിയ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്ത് ഉണ്ടായിരുന്ന ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടണമായിരുന്നു എന്ന് മുത്തുനബി തങ്ങൾ പറയുക. പക്ഷേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടിട്ടില്ല എന്ന് സ്വഹാബാക്കൾ വീണ്ടും ചോദിക്കുകയാണ്, വലബിനുക്കൽ ഖാസിം യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഒരു കുഞ്ഞുമോനുണ്ടല്ലോ, ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട ഖാസിം എന്ന് പറയുന്നവർ, അവർ രക്ഷപ്പെട്ടിട്ടില്ലേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട്, നിങ്ങളെന്തായി പറയുന്നത്? അതിനേക്കാളും കുഞ്ഞിളം പ്രായത്തിൽ മരണപ്പെട്ടു പോയ എൻ്റെ പൊന്നുമോൻ വലാ ഇബ്രാഹിമുല്ലദി അസ്ഗറു മിൻഹു, അതിനേക്കാളും കുഞ്ഞിളം പ്രായത്തിൽ മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം എന്നവരുണ്ടല്ലോ, അവർ പോലും ഈ ഖബറിൻ്റെ ഇറുക്കത്തിന് തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ തങ്ങളുടെ
ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട 2 മക്കളെക്കുറിച്ചാണ് സ്വഹാബാക്കൾ ചോദിക്കുന്നത്. ഖാസിം ആ ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടില്ലേ? സ്വഹാബാക്കൾ ഇതിങ്ങനെ കേൾക്കുകയാണ്. ഒരു പഠനത്തിൻ്റെ സാഹചര്യമാണ്, ക്ലാസ്സാണ്. ക്ലാസ്സിൽ മുത്തുനബി തങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ സ്വഹാബാക്കൾ ഉത്കണ്ഠാകുലരായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. സഅദ് ബിൻ മുആദ് തങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ല, ഖാസിമും രക്ഷപ്പെട്ടിട്ടില്ല. മുത്തുനബി തങ്ങളുടെ മറുപടി വിചിത്രമായ മറുപടി, നമ്മെ ചിന്തിപ്പിക്കുന്ന മറുപടി അല്ലേ. അതിനേക്കാളും കുഞ്ഞിളം പ്രായത്തിൽ മരണപ്പെട്ടു പോയ ഇബ്രാഹിം എന്നവരും രക്ഷപ്പെട്ടിട്ടില്ല. നമ്മുടെ അവസ്ഥ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. മുത്തുനബി തങ്ങളുടെ മക്കളായി എന്നതിൻ്റെ പേരിൽ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഹബീബായ തങ്ങളുടെ സുഹബത്തുണ്ടായി, മുത്തുനബി തങ്ങളെ കണ്ടു, അവിടുത്തെ ക്ലാസ്സുകൾ കേട്ടു, അവിടത്തോടു കൂടെ സഹവസിച്ചു, സ്വഹാബിയായി എന്നതിൻ്റെ പേരിൽ ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സാധുക്കളായ നമുക്ക് ആ ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? ഇല്ല, ഒരിക്കലുമില്ല, രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നെ ഹദീസുകളിൽ ചരിത്രങ്ങളിലൊക്കെ കാണാം ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ട ഒരു വനിത. ഞാൻ പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമെങ്കിൽ എഴുതി അറിയിക്കുക. ഞാൻ പറയുന്നതിന് മുമ്പ് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം ആശീർവദിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ പോറ്റുമ്മയായി ഉണ്ടായിരുന്ന ഫാത്തിമ ബിന്ത് അസദ് എന്ന് പറയുന്ന അലിയാർ തങ്ങളുടെ മാതാവ് ഫാത്തിമ ബിന്ത് അസദ് എന്നവർ ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ചരിത്രങ്ങളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. ഫാത്തിമ ബിന്ത് അസദ് എന്ന പ്രിയപ്പെട്ട പോറ്റുമ്മ വഫാത്തായതിൻ്റെ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്തിൻ്റെ മുമ്പിൽ നടക്കും, ചിലപ്പോൾ മയ്യത്തിൻ്റെ പിന്നിൽ നടക്കും, ചിലപ്പോൾ ഇങ്ങനെ എന്തോ ഒരു അസ്വസ്ഥതയായിട്ട് ഹബീബായ തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നതിൻ്റെ മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ തന്നെ ശരീരത്തിൻ്റെ ഭാഗം കൊണ്ട് ആ ഖബറിലങ്ങ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്പർശിച്ചു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മി ബഅദ ഉമ്മി. എൻ്റെ ഉമ്മയ്ക്ക് ശേഷം എന്നെ പോറ്റി വളർത്തി എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ ബിന്ത് അസദ് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ആശീർവദിച്ച ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പോറ്റുമ്മ അലിയാർ തങ്ങളുടെ മാതാവ് ഫാത്തിമ ബിന്ത് അസദ് എന്നവർ മാത്രമാണ് ഖബറിൻ്റെ ഇറുക്കത്തിനെ തൊട്ട് രക്ഷപ്പെട്ടതെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, ചരിത്രങ്ങളിൽ. ഇതിങ്ങനെ തന്നെയാണ് ഹദീസിൽ കാണാം. ഇതാ വുളിഅത്തിൽ ജനാസ, മയ്യത്ത് കട്ടിലിൽ വെക്കപ്പെട്ടാൽ വഹ്തമലഹർ റിജാലു അലാ അഅനാഖിഹിം, പുരുഷന്മാർ ആണുങ്ങൾ അവരുടെ ചുമലുകളിൽ ചുമന്നുകൊണ്ട് പോകുകയും ചെയ്താൽ, ഇൻകാനത്ത് സ്വാലിഹത്തൻ, ആ മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ, ഖാലത്ത്, ആ മയ്യത്ത് വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നൊന്ന് വേഗം കൊണ്ടുപോ എന്ന് നല്ല മയ്യത്താണെങ്കിൽ മയ്യത്ത് വിളിച്ചു പറയും. വഇൻകാനത്ത് ഗൈറ സ്വാലിഹത്തിൻ, ആ മയ്യത്ത് നല്ല മയ്യത്തല്ലെങ്കിൽ, ഖാലത്ത്, ആ മയ്യത്ത് വിളിച്ചു പറയും, യാ വൈലഹാ, എൻ്റെ നാശമേ, ഐന തദ്ഹബൂന ബിഹാ, എന്നെയും വഹിച്ച് നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് എന്ന് മയ്യത്ത് വിലപിച്ച് പറയും. അല്ലാഹു ആ നല്ല വിഭാഗങ്ങളിൽ വേഗം കൊണ്ടുപോ എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് ആ ഹദീസിൻ്റെ ബാക്കിയിൽ കാണാം, ഇങ്ങനെ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് ചീത്ത മയ്യത്ത് വിളിച്ചു പറയും, നല്ല മയ്യത്ത് വേഗം കൊണ്ടുപോകുമെന്ന് വിളിച്ചു പറയും. ഈ ശബ്ദം യസ്മഉ സൗതഹ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, ഈ വിളിച്ചു പറയുന്ന ശബ്ദവും ഈ കാര്യങ്ങളുമെല്ലാം എല്ലാ വസ്തുക്കളും കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യരൊഴികെയുള്ള എല്ലാ വസ്തുക്കളും കേൾക്കും. വലോ സമിഅൽ ഇൻസാനു, മനുഷ്യനെങ്ങാനും ഇത് കേൾക്കുകയാണെങ്കിൽ, ലസ്വഇഖ, അവൻ ബോധരഹിതനായി പോവും, അവൻ മരണപ്പെട്ടു പോകും, അവൻക്കത് താങ്ങാൻ കഴിയൂല. ഈ വിലപിച്ച് പറയുന്ന ശബ്ദം മനുഷ്യന് കേൾക്കാൻ കഴിയൂല.
മാ ബൈനൽ ഖാഫിഖൈൻ, കിഴക്കിലെയും പടിഞ്ഞാറിലെയും സകല വസ്തുക്കളെയും, യസ്മഉ സൗതഹ മാ ബൈനൽ ഖാഫിഖൈൻ. അതുപോലെ ആ തത്തുല്യമായ വാചകങ്ങൾ ഹദീസിൽ കാണാം. ഞാൻ ഇപ്പോൾ നോക്കി പറയുന്നതല്ല, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയുന്നതാണ്. അത്രമേൽ ഭീകരമാണ് പ്രിയമുള്ളവരെ ആ രംഗങ്ങളൊക്കെ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഇസ്മാണിതെന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഖബറിൽ ഇങ്ങനെ വാരിയല്ലുകൾ തമ്മിൽ കോർത്തിട്ട് പൊട്ടുന്ന ശബ്ദം കേൾക്കുന്ന പറഞ്ഞത്. വലഖദ് ളുഖിതത്തു ളുഖ്തൻ, ഹദീസിൽ കാണാം. ഖബറങ്ങി ഇറുക്കിയിട്ട് ആ ശബ്ദം കേൾക്കും എന്നുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. അവിടെ നമുക്ക് രക്ഷപ്പെടണം. അതിനാണ് നമ്മൾ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ഓതുന്നത്. അങ്ങനെയുള്ള അമലുകളിലേക്കൊക്കെ പ്രവേശിച്ചാൽ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ കാവൽ ലഭിക്കാൻ കാരണമാകും. എന്ന് നമ്മളിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഇസ്മ അതിന് പറ്റുന്നൊരു ഇസ്മാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ, എപ്പോഴാണ് ഇത് സംഭവിക്കുകയെന്നറിയോ? ശാസ്ത്രമൊക്കെ തോറ്റ വിഷയമല്ലേ ഇത്? എനിക്കുണ്ടോ ഗ്യാരണ്ടി? നിങ്ങൾക്കുണ്ടോ ഗ്യാരണ്ടി? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നിട്ടല്ലേ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പെന്നെ അല്ലേ? നിങ്ങളുടെ വലത് കയ്യിൽ പിടിക്കുന്നു, ഒന്നുകിൽ ചെറുവിരൽ കൊണ്ട് താക്കം കൊടുത്തിട്ടുണ്ടാവും, ഒരു താങ്ങൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും അല്ലേ? ഇതങ്ങ് വീണുപോവല്ലേ നമ്മുടെ ശ്വാസം നിലച്ചാലേ. കഴിഞ്ഞ ദിവസം ഒരു ബസ് ഡ്രൈവർ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നങ്ങ് അയാൾ കുഴഞ്ഞു വീഴാണ്. കുഴഞ്ഞു വീഴുമ്പോൾ ബാക്കിൽ നിന്ന് കണ്ടക്ടർ ഓടി വന്നിട്ട് ഗിയർ ബോക്സിൻ്റെ മുകളിലൂടെ കൈകൊണ്ട് ബ്രേക്ക് ഇങ്ങനെ അമർത്തിയതുകൊണ്ട് ആ വാഹനത്തിലുള്ളവർ രക്ഷപ്പെട്ടു. ഇതെപ്പോഴാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അതുകൊണ്ട് എപ്പോഴും തയ്യാറായിരിക്കണം. എപ്പോഴും തയ്യാറായിരിക്കണം. നമ്മുടെ അവസാന വാക്ക്, അവസാന സംസാരം, അവസാന ഇടപെടൽ ഇതൊക്കെ എന്തെങ്കിലും ആയിപ്പോയാലേ എന്താ അവസ്ഥ? പേടിയല്ലേ ദുനിയാവിൽ ജീവിക്കാൻ? അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ മജ്ലിസിൽ വെച്ച് ചൊല്ലുന്നതും നമ്മൾ ഇടപെടുന്നതും നമ്മൾ അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ ചേർത്ത് വെക്കുന്നതൊക്കെ നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടാനൊരു കാരണമാവട്ടെ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വല്ലാത്ത ബേജാറും പേടിയാണ്. അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ. ഒരാൾ ഇതിൻ്റെ നിശ്ചിത എണ്ണം അനുസരിച്ച് നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ ഒരിവിടെല്ലാം പതിവാക്കുകയും അത് വർഷങ്ങളോളം തുടരുകയും ചെയ്താൽ സകല രോഗങ്ങളും അവൻ്റേത് ശിഫയാകുകയും അയാളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരുപാട് രോഗശിഫയിനുള്ള എന്തു ചെയ്താലും ശിഫയാകാൻ കാരണമാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായി പതിവാക്കുന്ന ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഓതിയിട്ട് മന്ത്രിക്കുകയാണെങ്കിൽ അതിന് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കും. കാഴ്ചയില്ലാത്തവൻ്റെ കണ്ണിൽ ഇതിങ്ങനെ വർഷങ്ങളോളം 2 വർഷം 1 വർഷമൊക്കെ പതിവാക്കിയ ഒരാൾ അവരുടെ കണ്ണിലും ഇങ്ങനെ തടവിയാൽ കഴിഞ്ഞ് തന്നെ ശിഫയാകും എന്നുള്ളതാണ്. അള്ളാഹു പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ നല്ല ഓർമ്മയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പറയാൻ പറ്റണം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് കഴിഞ്ഞ് അങ്ങനെ ചെറ്റുവൊക്കെ കഴിഞ്ഞ് വാടാനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തെക്കേ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ എനിക്കൊരു പരിചയമുള്ളൊരു ഏരിയയാണത്. അപ്പോൾ അവിടെയാണ് ഞാൻ യഥാർത്ഥത്തിൽ 10th ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ആളുണ്ട്, ആൾക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു 10th ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്നെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നത് മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ. അങ്ങനെ 10th ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം അവശനിലയിലാണ്. അവശനിലയിലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അത്ര ആരോഗ്യസ്ഥിതിയൊന്നുമില്ല, എന്നാലും മനസ്സുകൊണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ട് ഊർജ്ജസ്വലനാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ തിരിച്ചറിയില്ല, കാരണം ഇതിന് ശേഷമുള്ള എൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ട് മാറിയിട്ടുണ്ട്, അന്നത്തെ പോലെയല്ല. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം കണ്ടപ്പോൾ എന്നെ തങ്ങളല്ലേ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഒരു 10th ക്ലാസ് കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയിൽ ആ മെമ്മറി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓർത്തു പോകുന്നത്, അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നാട്ടുകാരൊക്കെ പറയും മൂപ്പരൊന്നും മറക്കൂല, മൂപ്പരോട് ചോദിച്ചു നോക്കാം, അത്രയും ഓർമ്മശക്തി ഇരുന്നതാണ്. അപ്പോൾ ഈ ഓർമ്മശക്തി ഉണ്ടാകുക എന്നുള്ളതും പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്.
അപ്പോൾ നല്ല ഓർമ്മശക്തിയിൽ ഇതിങ്ങനെ വെച്ച്, നല്ല ഓർമ്മയിൽ വെച്ച് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും ഇത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ നല്ല ഫലം ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇത് 2 വർഷം 1 വർഷമൊക്കെ ഇങ്ങനെ സ്ഥിരമായി ചൊല്ലുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ ആരെങ്കിലുമൊക്കെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, കാഴ്ചശക്തി ഇല്ലാത്ത വിഷയങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതൊന്നും എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ തന്നെ ഷിഫയാകാൻ കാരണമാകുന്നില്ല. ഇത് ഇസ്മിൻ്റെ ഒരു പവിത്രതയാണ്. അള്ളാഹു രോഗങ്ങൾക്കൊക്കെ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മിൻ്റെ ആദത് എന്ന് പറയുന്ന ഓരോ ഇസ്മിനും ആദത് ഉണ്ടല്ലോ. ഇതിൻ്റെ ആദത് എന്ന് പറയുന്നത് 213 അങ്ങനെ ബാ 2 നമുക്കറിയാം. ബാരി ഉ അബ്ജദ് എന്ന് പറയുമ്പോൾ ബാ 2 പിന്നെ അലിഫ് 1 അപ്പം 3 പിന്നെ റോ എന്നുള്ളത് 200 പിന്നെ യാ എന്നുള്ളത് 10 അപ്പോൾ അങ്ങനെ 200ഉം 10ഉം 1 2 213 ഇതിൻ്റെ ആദത്. അപ്പോൾ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കാം. അനുവദനീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഇസ്മുകളൊക്കെ ഉപയോഗിക്കാവൂ. അല്ലാത്തവയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് നല്ല തിക്തഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അത് തിരിച്ചടിക്കാനൊക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലുമൊക്കെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇപ്പോൾ ശത്രുക്കൾ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ അയാളുടെ പ്രയാസം നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചില ഇസ്മുകളെ കൊണ്ട് ചില വിദ്യകളൊക്കെ അതിനുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അനുവദനീയമല്ലാത്ത രൂപത്തിലോ മറ്റൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ തിരിച്ചടിക്കും. ഇത് മനസ്സിലാക്കിയിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു, വേറെ രൂപത്തിൽ അത് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് വേറൊരു പ്രശ്നത്തിലേക്കൊക്കെ നയിക്കപ്പെടാൻ അത് കാരണമാകും. അതുകൊണ്ട് ഇതൊക്കെ ഒരു ദിക്റാക്കി ചൊല്ലി നടക്കുക, ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കുക. അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും പതിവാക്കുക. 5 വഖ്ത് നിസ്കാരങ്ങൾ ഖളാ ആക്കാതിരിക്കുക. ഹദാദ് റാത്തിബ്, വിർദുൽ ലത്തീഫ് പോലെയുള്ള പ്രധാനപ്പെട്ട വിറുതുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, റാത്തീബുകളൊക്കെ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ജീവിതം നന്നായി ക്രമപ്പെടുത്തിയാൽ നമുക്ക് വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. പറ്റാവുന്നവരൊക്കെ അത് ചെയ്യുക. സ്വലാത്ത് ചുരുങ്ങിയത് ഒരു ദിവസം 300 തവണയെങ്കിലും ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളോ ഖൈറുകളൊക്കെ ലഭിക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു തരട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.